ടെഹ്റാനിൽ വീണ്ടും ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. ഇസ്രായേൽ ലോഞ്ചസ് മോർ സ്ട്രൈക്സ് ഓൺ ദ ഹാർട്ട് ഓഫ് ടെഹ്റാൻ. ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് തന്നെ ആക്രമണം നടക്കുന്നു. അവിടെ വ്യോമസേനയുടെയും മിലിറ്ററി ഇന്റലിജൻസിന്റെയും ഒക്കെ തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ ടെഹ്റാൻ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു എന്നതാണ്. സായ്കുമാർ തുടരുന്നുണ്ട് വാർ ഡെസ്കിൽ നിന്ന്. സായി, ടെഹ്റാൻ പിടിച്ചെടുക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അമേരിക്ക ആസൂത്രണം ചെയ്യുന്നു, ഇസ്രായേൽ അത് നടപ്പാക്കുകയാണ്. ടെഹ്റാനിൽ നമ്മൾ പല ദൃശ്യങ്ങളും കണ്ടിരുന്നു. ഏതാണ്ട് വലിയ നാശനഷ്ടം ആ മേഖലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉന്നതരായ പല ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ആസ്ഥാനം തന്നെ നശിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. സംഘർഷഭരിതമായ സാഹചര്യമെന്ന് നമുക്കറിയാം. ടെഹ്റാനിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ്? വിനീത, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ടെഹ്റാൻ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയുടെ എല്ലാവിധത്തിലുള്ള ആശീർവാദത്തോടെ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ടെഹ്റാൻ പിടിച്ചെടുക്കാനുള്ള നീക്കം കടുപ്പിച്ചിരിക്കുന്നു. ആക്രമണങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ ഇപ്പോൾ അവിടെ നടക്കുന്നതായുള്ള വിവരമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. ടെഹ്റാന്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. സൈനിക ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ വ്യോമസേന ഇപ്പോൾ ടെഹ്റാന്റെ ഹൃദയഭാഗത്തുള്ള ഇറാന്റെ ഭീകര ഭരണകൂടത്തിനെതിരെ, അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്, വലിയ ആക്രമണം തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത്. തുടക്കഘട്ടം മുതൽ ടെഹ്റാൻ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. തലസ്ഥാനം പിടിച്ചെടുത്തുകൊണ്ട് ഇറാന്റെ ആയുധശേഖരവും ആൾബലവും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. അവരത് ആദ്യ ദിവസം മുതൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആ ആക്രമണ പരമ്പര തങ്ങൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം അവരുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള B-2 ബോംബർ അടക്കം ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അപ്പോൾ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സർവനാശം വരുത്താനുള്ള നീക്കവുമായിട്ടാണ് ഇപ്പോൾ പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ബഹ്റൈനിൽ നിന്ന് വരുന്നതാണ്. അവിടെ മിസൈൽ വീണുണ്ടായ തീപിടുത്തം, അവിടെ ഒരു മരണം, സൽമാൻ ഇൻഡസ്ട്രിയൽ സോണിലാണ് ആ തീപിടുത്തം ഉണ്ടായത്. വലിയ തീപിടുത്തമായിരുന്നു ഉണ്ടായത് എന്ന് ബഹ്റൈൻ തന്നെ പറയുകയും ചെയ്തിരുന്നു. അവിടെ മിസൈൽ വീണുണ്ടായ തീപിടുത്തത്തിനിടെ ഒരു തൊഴിലാളി ആ അപകടത്തിൽ മരിക്കുകയും ചെയ്തു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ആ ഏരിയ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഏരിയയാണ്, കപ്പലുകളടക്കമുള്ള വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ യഥാർത്ഥ വ്യാപ്തി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഒരു തീപിടുത്തം ഉണ്ടായി, അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴും ബഹ്റൈൻ അടക്കം സ്ഥിരീകരിച്ച് പറയുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള മറുപടി ഉണ്ടാകും. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു, തങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ മണ്ണിൽ കയറിയുള്ള ഇറാന്റെ നടപടി അവസാനിപ്പിക്കണം എന്നുള്ളത്. GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു താക്കീത് എന്ന രൂപത്തിൽ ഇറാനോട് പറയുകയും ചെയ്തു. ഏതെങ്കിലും ഘട്ടത്തിൽ മറുപടി നൽകേണ്ടി വന്നാൽ അതിന് പോലും തങ്ങൾ മടിക്കില്ല. ഇറാൻ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഏകദേശം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് വിനീത. ഇപ്പോൾ GCC യോഗവും കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ അവർ വിശദീകരിക്കുമ്പോഴും പൂർണ്ണമായും ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരം തന്നെയാണ് വരുന്നത്. പക്ഷേ ലെബനോനിലേക്കൊക്കെ ഇപ്പോഴും റോക്കറ്റുകൾ പതിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് തകർത്തതായി, ലെബനനിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റുകൾ ഇസ്രായേൽ തടഞ്ഞതായി ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നു. ആർക്കും പരിക്കോ നാശനഷ്ടങ്ങളോ വരുത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ സൈന്യം പറയുകയാണ്. പക്ഷേ ഇപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന്, ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന്, അവരെ സഹായിക്കുന്ന ആളുകളിൽ നിന്ന് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയുടെയും അവരുടെ സേനാവ്യൂഹത്തെയും ലക്ഷ്യമിട്ട് ഇപ്പോൾ വരികയാണ്.